ശക്തരെന്ന് വിളിക്കപ്പെട്ട ബാഴ്സലോണയുടെ ലോകം പതിയെ ചുരുങ്ങിപ്പോകുന്ന നാളുകൾ നമുക്കിന്ന് കാണാം. മാനേജ്മെന്റ് തർക്കങ്ങളും അനിശ്ചിതാവസ്ഥയും നിറഞ്ഞൊരു കാലം. ആരാധകരുടെ ശബ്ദത്താൽ ഉണർന്നു വരുന്ന ക്യാമ്പ് നൗ സ്റ്റേഡിയത്തിന്റെ അലയൊലികൾ നിങ്ങൾക്കിപ്പോൾ കേൾക്കാം. അവർ ഉറക്കെ വിളിച്ചു പറയുന്നു, ഞങ്ങൾക്കൊരു കഴിഞ്ഞ കാലമുണ്ടായിരുന്നു, ഞങ്ങൾ ഓർക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കാലം. വർഷങ്ങൾ കുറച്ച് പിന്നോട്ട് മറിച്ചു നോക്കിയാൽ കാറ്റലോണിയയിൽ പറന്ന നീലക്കൊടികൾക്കിടയിൽ 3 പേരുടെ മുഖങ്ങൾ നിങ്ങൾക്ക് കാണാനാകും. ലാറ്റിൻ അമേരിക്കയുടെ മനക്കരുത്തുകൾ ഒത്തുചേർന്ന ഒരു കൂട്ടുകെട്ട്. ഉറുഗ്വയ് മണ്ണിന്റെ അഭിമാനം എന്ന് പറയത്തക്കവണ്ണം ലോക ഫുട്ബോളിലെ എണ്ണം പറഞ്ഞൊരു സ്ട്രൈക്കർ. പാറിപ്പറക്കുന്ന നീലക്കൊടികൾക്കിടയിൽ അസാമാന്യമായ ഫിനിഷും ആരെയും പേടിക്കാത്ത മനസ്സും കൊണ്ട് രാജപദവി നേടിയെടുത്തവൻ, അതെ, ലൂയിസ് സുവാരസ്. ഇനിയുള്ളത് ഒരു സുൽത്താനാണ്. ഇതിഹാസങ്ങളുടെ രാജ്യവേദിയായ കാനറി പടയുടെ അഹങ്കാരവും അഭിമാനവുമായ സുൽത്താൻ. ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള സ്കില്ലുകളും എതിരാളികളെ പേടിപ്പിക്കുന്ന ബുള്ളറ്റ് ഫിനിഷുകളും എല്ലാറ്റിനുമുപരി വിജയിക്കുമെന്ന അടിയുറച്ച ബോധവുമായി ക്യാമ്പ് നൗവിലേക്ക് നടന്നിറങ്ങിയ ആ സുൽത്താനെ ലോകം വിളിച്ചു നെയ്മർ ജൂനിയർ. പറഞ്ഞ 3 പേരിലെ ഒന്നാമൻ ഇനിയാണ്. ചെഗുവേരയുടെ നാട്ടിൽ നിന്നും കാൽപന്ത് കളിയെ പ്രണയിച്ചുകൊണ്ട് ഇങ്ങ് സ്പെയിനിൽ വന്ന് ലോകത്തെ മുഴുവൻ തന്നെ കാൽക്കീഴിലാക്കിയവൻ, ഒറ്റയ്ക്ക് കളി ജയിക്കാൻ പോന്നവൻ, ഇടം കാലുകൾ കൊണ്ട് അത്ഭുതങ്ങൾ മെനഞ്ഞെടുക്കാൻ തന്നെ കൊണ്ട് കഴിയുമെന്ന് എന്നെ തെളിയിച്ചവൻ. വിശേഷണം എത്രയായാലും ഇവിടെ അത് തികയില്ല. കളിക്കളത്തിനുള്ളിലെ ആ മാജിക്കുകാരന്റെ പേരാണ് ലയണൽ മെസ്സി. വലിയ കഴിവുകളുള്ള ഒരു ഇതിഹാസം. അവർക്കൊപ്പം 2 വമ്പന്മാരെ കൂടെ കൂട്ടിയാൽ എന്തായിരിക്കും ഫലം? എതിരാളികൾ തോറ്റുകൊടുക്കുന്നതാകും നല്ലത്. കാലം അത് അന്ന് നേരിട്ട് കണ്ടു. ഈ പറഞ്ഞ 3 സംഘം യൂറോപ്പ് അടക്കി വാണു. ഏതൊരു ദിവസവും ക്യാമ്പ് നൗവിന്റെ വേദിയിൽ ആ നീലക്കൊടികൾ പറക്കുമ്പോഴും വിശ്വാസമായും അഹങ്കാരമായും അഭിമാനമായും ആ 3 പേരുകൾ ആരാധകരുടെ മനസ്സിൽ നിറഞ്ഞിരുന്നു. എതിരാളികളുടെ മുന്നിൽ മുട്ടുമടക്കാൻ പഠിക്കാത്ത, കേളിപ്പാടവും കൊണ്ടും ഒത്തൊരുമ കൊണ്ടും മായാജാലങ്ങൾ സൃഷ്ടിച്ച ആ ത്രിമൂർത്തികൾ മെസ്സി, സുവാരസ്, നെയ്മർ. അതെ, ഈ ട്രയോയെ കാൽപന്ത് ലോകം ചുരുക്കി ഇങ്ങനെ വിളിച്ചു MSN. ഡേവിഡ് വിയ എന്ന അതികായൻ ബാഴ്സലോണ വിടുമ്പോഴായിരുന്നു ആ കൂടുമാറ്റം. ലൂയിസ് സുവാരസ് എന്ന മനുഷ്യൻ പിന്നിൽ 9 എന്നെഴുതിയ നീലക്കുപ്പായം കൈകളിൽ ഏറ്റുവാങ്ങിയ നിമിഷം അവിടെ അവനെ കാത്തുകൊണ്ട് മുന്നേറ്റ നിലയിൽ 2 പേരുകളും. കഴിഞ്ഞ വർഷം ടീമിലെത്തിയ നെയ്മറും കാലങ്ങളായി ബാഴ്സയുടെ വിശ്വാസമായ മെസ്സിയും. അവിടെ തുടങ്ങുന്നു ആ വീരചരിത്രം. തോറ്റുകൊണ്ടാണ് ആ ചരിത്രം എഴുതി തുടങ്ങിയത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ലോകം കണ്ടത് ഈ 3 പകിട്ടിന് മുന്നിൽ കാൽപന്തിനെ പ്രണയിച്ചവർ മുഴുവൻ അന്തം വിട്ട് നോക്കി നിന്ന നിമിഷങ്ങളാണ്. ലോക ഫുട്ബോൾ MSN എന്ന 3 അക്ഷരങ്ങളിലേക്ക് ചുരുങ്ങിയ കാലം. ബാഴ്സലോണ ആരാധകർക്ക് അന്നെല്ലാം ഉറക്കെ വിളിച്ചു പറയാൻ ഒരുപാട് വീരകഥകൾ ഉണ്ടായിരുന്നു. എങ്ങും വിജയിച്ചു കയറിയതിന്റെ കഥകൾ. ആ കഥകളിലെ രാജാക്കന്മാർ വിസ്മയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ മുന്നേറി. റെക്കോർഡുകൾക്ക് പിന്നിൽ റെക്കോർഡുകൾ നിരന്നു നിന്നപ്പോൾ എതിരാളികൾക്ക് മേൽ ഭയം നിറച്ചുകൊണ്ട് ആ 3 സംഘം ഗോളുകൾ അടിച്ചുകൂട്ടി. വെറും 3 വർഷ കാലയളവിൽ ഇവർ അടിച്ചുകൂട്ടിയത് 300-ലേറെ ഗോളുകൾ. എതിരാളികളെല്ലാം ആശയക്കുഴപ്പത്തിലായിരുന്നു. ഡ്രിബിൾ ചെയ്തു പോകുന്ന മെസ്സിയെ പൂട്ടണോ, സ്കില്ലുകളുമായി കളം നിറയുന്ന നെയ്മറെ മാർക്ക് ചെയ്യണോ, അതോ വെടിയുടെ കണക്കെ ഷോട്ട് തീർക്കുന്ന സുവാരസിനെ പിടിച്ചു കെട്ടണോ? അവർക്കറിയില്ലായിരുന്നു. എന്നാൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഡിഫൻസിന്റെ ഏത് വലിയ വേലിപ്പൂട്ടും ഇവർ തച്ചുടയ്ക്കും. നിങ്ങൾ ഒരു വശത്ത് വല നെയ്താൽ അപ്പുറത്തുകൂടി മറ്റവൻ ഇരച്ചു കയറും. മെസ്സി അല്ലെങ്കിൽ നെയ്മർ, ഇനി അതുമല്ലെങ്കിൽ സുവാരസ്. ഇതിലൊരാൾ ആ നെയ്ലോൺ വലകളെ ചലിപ്പിച്ചിരിക്കും. Yes, it was the deadliest trio that the world has ever seen. എവിടെയാണ് MSN വേറിട്ട് നിൽക്കുന്നത്? മറ്റെല്ലാ ട്രയോകളും അവർക്ക് പിന്നിൽ മാത്രമായി പോകുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം വളരെ എളുപ്പമാണ്. സ്കോർ ചെയ്യാനുള്ള ടാക്ടിക്കിനപ്പുറം അവരിൽ വർക്കൗട്ട് ആകുന്ന കെമിസ്ട്രി, അവരുടെ ഫ്രണ്ട്ഷിപ്പ്. പച്ചപ്പുൽ മൈതാനിയിൽ പന്തുമായവർ ഒരുമിച്ചിറങ്ങുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാനാകുക 3 വ്യക്തികളെയല്ല, ഒന്നായി പിടിച്ച വികാരത്തെയാണ്. നിസ്വാർത്ഥവും പാഷനും നിറഞ്ഞ കളികളിൽ അവർ 3 പേരും ഉയർന്നു തന്നെ നിന്നു. തനിക്ക് ഒരു ഷൂട്ടിംഗ് ചാൻസ് ഉണ്ടെങ്കിൽ പോലും രണ്ടും കൽപ്പിച്ച് അവർ അത് എടുക്കുന്നത് അങ്ങനെ നിങ്ങൾ കണ്ടേക്കില്ല. തൊട്ടപ്പുറത്ത് മുന്നോട്ടോടുന്ന പങ്കാളിയെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഷോട്ടിനായി തന്റെ കൂട്ടുകാരനെ അയാൾ ആ പന്ത് എത്തിച്ചു കൊടുക്കും. എന്തിനേറെ പറയുന്നു, തനിക്ക് കിട്ടിയ ഒരു പെനാൽറ്റി പോലും സുവാരസിന് ഒരു അസിസ്റ്റ് ആക്കി മാറ്റിയ മെസ്സിയുടെ ചിത്രവും നിങ്ങളുടെ ഓർമ്മകളിൽ കാണുമല്ലോ. സ്കോർ ഷീറ്റിൽ മുന്നിലെത്തിക്കുന്ന ഗോളുകൾ അത് മെസ്സിയുടെയോ നെയ്മറുടെയോ സുവാരസിന്റെയോ അല്ലായിരുന്നു, MSN എന്ന കൂട്ടായ്മയുടേതായിരുന്നു. ഓരോ ഗോളും അടിച്ചുകൊണ്ട് കോർണറിലേക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഓടിയകലുന്ന ആ 3 മുഖങ്ങൾ എന്നും ചിരിച്ചിട്ടേ ഉള്ളൂ.
അതെ, അവരായിരുന്നു ഞങ്ങളുടെ ഹീറോസ്. കാറ്റലോണിയയുടെ വികാരത്തെ ഒന്നായി നെഞ്ചിൽ പകർത്തിയെടുത്തവർ. അവരായിരുന്നു ഞങ്ങളുടെ ഗോൾഡൻ ട്രയോ. നല്ലതെല്ലാം അധികകാലം നിലനിൽക്കുന്നെന്ന് പറയുന്നത് എത്ര ശരിയാണ്. MSN ലോകത്തിന് മുകളിലേക്ക് കത്തി കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെടുന്നതിനെ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ടുള്ള ട്രാൻസ്ഫറുകൾ. 2017 നെയ്മർ പോയി. ഇപ്പോൾ 20 ഇതാ സുവാരസും. ഇനി ക്യാമ്പിനോവിലെ ഹർഷാരങ്ങൾക്കിടയിൽ അർജന്റീൻ മണ്ണിലെ ആ അത്ഭുത മനുഷ്യൻ മാത്രം ബാക്കി. ഇപ്പോൾ എല്ലാം ഓർമ്മ മാത്രം. ഇടതു വിങ്ങുകളിൽ എതിരാളിയെ ക്യാൻസൽ ചെയ്തു വീഴ്ത്തുന്ന നെയ്മർ, വലതു വിങ്ങിൽ ഡിഫൻഡറുടെ കാലുകൾക്കിടയിലൂടെ പന്തുമായി ഓടിയകലുന്ന മെസ്സി, ബോക്സിനുള്ളിൽ ഇടിമുഴക്കം പോലെയുള്ള സ്ട്രൈക്കുകളുമായി സുവാരസ്. ഇത് മൂന്നും ഇന്ന് മൂന്നിടത്താണ്. നെയ്മർ പാരീസിലും ലൂയി അത്ലറ്റിക്കോയിലും മെസ്സി ബാഴ്സയിലും. ഏവരെയും പേടിപ്പിച്ച ആ ഒരുമിച്ചുള്ള കാലം ഇന്ന് ആരാധകർക്ക് പാടി നടക്കാനുള്ള ഭൂതകാല സ്മൃതികൾ മാത്രം. ഞങ്ങളുടെ മനസ്സിൽ ഇത്രയും ആഴത്തിൽ പതിച്ച മറ്റു പേരുകളില്ല. വി വാണ്ട് യു ബാക്ക് MSN. ആരാധകർക്ക് മാത്രമല്ല, ഇവരുടെ കാര്യം എടുത്തു നോക്കിയാലും ആ സങ്കടം നിങ്ങൾക്ക് കാണാനാകും. നെയ്മറിനോട് നിങ്ങൾ MSN കുറിച്ചൊന്ന് ചോദിച്ചു നോക്കൂ. കണ്ണിൽ നിന്നൊരു കണ്ണുനീർ പൊഴിയാതെ അയാൾക്കൊന്നും പറഞ്ഞു നിർത്താനാകില്ല. സുവാരസിന്റെയും മെസ്സിയുടെയും കാര്യവും വ്യത്യസ്തമല്ല. തമ്മിൽ ഇവരും അത്രയേറെ സ്നേഹിച്ചിരുന്നു. കളിക്കളത്തിന് പുറത്തു നിന്നും ഒന്നിച്ചു കളിച്ചിരികൾ പങ്കിട്ട നിമിഷങ്ങൾ, ഒരുമിച്ചിരുന്നു ചിരിച്ചു മറിഞ്ഞ ട്രെയിനിങ് സെഷനുകൾ, ഒരുമിച്ച് നടന്നു കയറിയ വലിയ വിജയങ്ങൾ എല്ലാം അവർക്കും മറക്കാൻ പ്രയാസമായിരുന്നു. ഇനി ഇങ്ങനെയൊന്ന് കാണാനാകുമോ? ഇവർ മൂന്നുപേരും ഒരുമിച്ച് നിന്ന് എതിരാളികളെ വിറപ്പിക്കുന്ന ഒരു ദിനം, ഇന്ന് വിമർശിക്കുന്നവരെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കുന്ന ആ ദിനം നടക്കുമോ എന്നറിയില്ല. എങ്കിലും ഞങ്ങൾ ഫുട്ബോൾ ആരാധകർ ഇന്നും ആശിക്കുന്നു ആ ഗോൾഡൻ ട്രയോയുടെ തിരിച്ചുവരവ്. വി റിയലി മിസ് യു MSN.